Welcome to I Plus Training Solution. നമ്മൾ നെക്സ്റ്റ് എനർജി ആൻഡ് എൻവറോൺമെൻറ്റിൽ കുറച്ച് കാര്യങ്ങളാണ്. കോള്, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, പിന്നെ ഫ്യൂഷനും ഫിഷനും, പിന്നെ കുറച്ച് മെയിനായിട്ടുള്ള നമ്മുടെ എനർജി സോഴ്സസ് ആണ്. സോളാർ, ഹൈഡ്രജൻ, ജിയോ തെർമൽ, ടൈഡൽ, ഹൈഡൽ, പിന്നെ പൊല്യൂഷൻ, ന്യൂക്ലിയർ പൊല്യൂഷൻ, അതിൻ്റെ ഡിസ്പോസൽ, അതിൻ്റെ ഡിസാസ്റ്റർ അതിൻ്റെ മാനേജ്മെൻറ്റ്. പിന്നെ മെയിനായിട്ട് നമ്മൾ പറയുന്ന രണ്ട് ബാറ്ററിയാണ്. ഒന്ന് ലിഥിയം അയോൺ ബാറ്ററി, പിന്നെ ഇതിലെ ഒരു ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററി. അതല്ലാതെ നമ്മളുടെ ഈ ബാറ്ററി പറയുന്ന സമയത്ത് ലാസ്റ്റ് പറയുന്ന ഒരു പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സെല്ലാണ് നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽസ് എന്ന് പറയുന്ന ആൾക്കാർ. ഇത്രയാണ് നമ്മുടെ സിലബസിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ആളിലാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ കോള്, പെട്രോളൊക്കെ പറയാറുള്ളത്. അതായത് ഇൻഎക്സോസ്റ്റിബിളും എക്സോസ്റ്റിബിളും ഉണ്ട്. എന്നുവെച്ചാൽ ഇൻഎക്സോസ്റ്റിബിൾ എന്ന് വെച്ചാൽ റിസോഴ്സസ് ആർ പ്രസൻറ്റ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ആൻഡ് ആർ നോട്ട് ലൈക്ലി ടു ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. അതായത് സൺലൈറ്റ് ഒക്കെ നമ്മൾ എത്ര യൂസ് ചെയ്താലും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് എക്സോസ്റ്റിബിൾ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ദീസ് റിസോഴ്സസ് ഇൻ നാച്ചർ ഇസ് ലിമിറ്റഡ്, ദേ ക്യാൻ ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളുടെ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, കോള്, പെട്രോളിയം, ഇതൊക്കെ നമ്മൾ എക്സോസ്റ്റബിൾ നാച്ചുറൽ, നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തിരിച്ചുണ്ടാവുന്നില്ല, കുറേ സമയം എടുത്തിട്ടുണ്ടാവുന്നു. അപ്പോൾ അതിൽ വരുന്ന മെയിനായിട്ടുള്ള ആൾക്കാരാണ് കോള്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം ഒക്കെ. ഇപ്പോൾ കോൾ എന്ന് പറയുകയാണെങ്കിൽ ഹാർഡ് ആസ് സ്റ്റോൺ ആൻഡ് ഈസ് ബ്ലാക്ക് ഇൻ കളർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ കോളൊക്കെ ബ്ലാക്ക് ഇൻ കളറാണ്, ഹാർഡാണ്, സ്റ്റോൺ പോലെ. വൺ ഓഫ് ദ ഫ്യൂൽ യൂസ് ടു കുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്യൂവലാണ്. ഇയർലിയർ ഇസ്റ്റ് വാസ് യൂസ്ഡ് ഇൻ റെയിൽവേ എഞ്ചിൻ ടു പ്രൊഡ്യൂസ് സ്റ്റീം ടു റൺ ദ എഞ്ചിൻ. അല്ലേ, എന്താണ് കൽക്കരി തിന്നും തീവണ്ടി, നമ്മളിപ്പോൾ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, യൂസ്ഡ് ഇൻ റെയിൽവേ എഞ്ചിൻ ടു പ്രൊഡ്യൂസ് സ്റ്റീം ടു റൺ ദ എഞ്ചിൻ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തെർമൽ പ്ലാന്റിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ വാരിയസ് ഇൻഡസ്ട്രീസിൽ ഇത് ഫ്യൂലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഡെഡ് പ്ലാന്റ് ഗോട്ട് സ്ലോവലി കൺവേർട്ടഡ് ടു കോൾ ആസ് കോൾ കണ്ടെയ്ൻ മെയിൻലി കാർബൺ. കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക കാർബൺ ആണ്, സി ആണ് എഴുതുക. ഓക്കെ, കോൾ കണ്ടെയ്ൻ മെയിൻലി കാർബൺ എന്ന് വെച്ചാൽ കൂടുതൽ പെർസെൻറ്റേജും കോളിൽ കാർബൺ ആണ്. ദ സ്ലോ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡെഡ് വെജിറ്റേഷൻ ഇൻ ടു കോൾ, അതിന് പറയുന്ന പേരാണ്. അതായത് നമ്മൾ കോൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഡെഡ് പ്ലാന്റ് സ്ലോവിലി കൺവേർട്ട് ചെയ്തിട്ടാണ് കോൾ ആവുന്നത്. അപ്പോൾ ഈ ഡെഡ് വെജിറ്റേഷൻ ടു കോൾ എന്ന് പറയുന്ന ആ സ്ലോ പ്രോസസ്സിനെ പറയുന്നത് സ്ലോ പ്രോസസ്സാണ്. നമ്മൾ ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ ഇത് പിന്നെ കിട്ടത്തില്ല, അതായത് മെല്ലെ ഇതുണ്ടാവുമല്ലോ. ആ പ്രോസസ്സിന് പറയുന്നതാണ് കാർബണൈസേഷൻ. സിൻസ് ഇറ്റ് വാസ് ഫോംഡ് ഫ്രം ദ റിമൈനിങ് ഓഫ് വെജിറ്റേഷൻ, കോൾ ഈസ് ഓൾസോ കോൾഡ് ഫോസിൽ ഫ്യൂവൽ. ഓക്കെ, വെജിറ്റേഷൻ നിന്നാണ്, റിമൈൻസ് ഓഫ് വെജിറ്റേഷൻ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതിന് പറയാം ഫോസിൽ ഫ്യൂവൽ ആണ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അബൻഡൻറ്റ് റിസർവ്സ് ആണ്, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്ന് വേണമെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പക്ഷേ ജനറലി നമ്മൾ ലോ കോസ്റ്റ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എയർ പൊല്യൂഷൻ ഉണ്ടാവും. അല്ലെ, കാർബൺ കത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാവും. പിന്നെ മൈനിങ്, റെസ്പിറേറ്ററി ഇഷ്യൂസ്, അതൊക്കെ ഹെൽത്ത് ഇമ്പാക്റ്റ് ആണ്, ഇത് എടുക്കാൻ പാകത്തില്ല. പിന്നെ ജിയോഗ്രഫിക് ഡിസ്ട്രിബ്യൂഷൻസ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, ലിമിറ്റഡ് ആണ്. ഇനി രണ്ടാമത്തെ ആളാണ് കോക്ക്. ഇത് നമ്മളുടെ എന്താ പറയുക, പ്യുവർ ഫോം ഓഫ് കാർബൺ ആണെന്ന് പറയാം. ഇറ്റ് ഈസ് എ ടഫ്, പോറസ് ആൻഡ് ബ്ലാക്ക് സബ്സ്റ്റൻസ്, പക്ഷേ പ്യുവർ ഫോം ഓഫ് കാർബൺ ആണ്. കോക്ക് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ ആൻഡ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് മെനി മെറ്റൽസ്. നമ്മൾ ഈ മെറ്റലർജി ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ സിങ്ക് ഓക്സൈഡിനെ എനിക്ക് സിങ്കാക്കി മാറ്റണം, അപ്പോൾ ഞാൻ കാർബൺ ഉപയോഗിച്ചിട്ട് സിങ്കാക്കും. ഓക്കെ, ആ കാർബൺ എന്ന് പറയുന്നത് ഈ കോക്കായിരിക്കും. എക്സ്ട്രാക്ഷൻ ഓഫ് മെനി മെറ്റൽസ്, അപ്പോൾ സിങ്ക് പ്ലസ് CO ആയിട്ട് മാറും. അപ്പോൾ സിങ്ക്, പ്യുവർ സിങ്ക് കിട്ടി, സിങ്ക് ഓക്സൈഡ് സിങ്ക് ആയിട്ട് മാറും. അപ്പോൾ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ ആൻഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെനി മെറ്റൽസിൽ കോക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്ന മൂന്നാമത്തെ ഒരാളാണ് കോൾ ടാർ, ബ്ലാക്ക് തിക്ക് ലിക്വിഡ് വിത്ത് അൺപ്ലസൻറ്റ് സ്മെല്ല്. ഇത് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ഫ്രം കോൾ ടാർ ആർ യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് വേരിയസ് സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ എവറിഡേ ലൈഫ് ആൻഡ് ഇൻ ഇൻഡസ്ട്രി ലൈക്ക് ഡൈ, സിന്തറ്റിക് ഡൈ, ഡ്രഗ്, എക്സ്പ്ലോസീവ്, പെർഫ്യൂം, പ്ലാസ്റ്റിക്, പെയിൻറ്റ്, photographic material, roofing materials. Interestingly, naphthalene balls used to repel moth and other insect. ഇത് എവിടെ നിന്നുണ്ടാവും ചോദിക്കുകയാണെങ്കിൽ കോൾ ടാറിൽ നിന്നാണ് നാഫ്തലിൻ ബോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി വേറൊന്ന് കോൾ ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഡ്യൂറിങ് പ്രോസസ്സിംഗ് ഓഫ് കോൾ ടു ഗെറ്റ് കോക്ക്. കോളിൽ നിന്ന് കോക്കിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ് കോൾ ഗ്യാസ്, കോളിൽ നിന്ന് കോക്കിലേക്കുള്ള പ്രോസസ്സിങ്ങിൽ.
It is used coal gas. Coal gas was used for street lighting for the first time in London in 1810 and in New York around 1820. Nowadays it is used as source of heat rather than light. It is used as a fuel in many industries situated near core processing plant. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിങ്ങിന് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ സോഴ്സ് ഓഫ് ഹീറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ ഫ്യൂവലായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ആസ് ഫ്യൂൽ ഇൻ മെനി ഇൻഡസ്ട്രീസ് സിറ്റുവേറ്റഡ് നിയർ കോൾ പ്രോസസ്സിംഗ് പ്ലാന്റിൻ്റെ അടുത്തുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ഇത് ഫ്യൂവലായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ കോളുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. രണ്ടാമത്തെ പെട്രോളിയം ആണ്. പെട്രോൾ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂൽ ഇൻ ലൈറ്റ് ഓട്ടോമൊബൈൽസ് സച്ച് ആസ് മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ ആൻഡ് കാർ. Heavy motor vehicle like truck and tractors run on diesel. അപ്പോൾ പെട്രോൾ ആൻഡ് ഡീസൽ എടുക്കുകയാണെങ്കിൽ they obtain from natural sources called petroleum. ഓക്കെ, പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ്. പെട്രോളിയം എന്ന് പറയുന്നത് നമ്മൾ പെട്ര, റോക്ക് ആൻഡ് ഓയിൽ ഈസ് മൈൻഡ് ഫ്രം ബിറ്റ്വീൻ റോക്ക് ആൻഡ് എർത്ത്. നമ്മൾ മൈൻഡ് ചെയ്തിട്ടാണ് പെട്രോളിയം ഉണ്ടാക്കുന്നത്, അല്ല പെട്രോളിയം എടുക്കുന്നത്. ഇറ്റ് വാസ് ഫോംഡ് ഫ്രം ഓർഗാനിസം ലിവിങ് ഇൻ സീ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ വെച്ചാൽ ഓർഗാനിസംസ് ഡൈഡ് ആവും, their bodies settled at the bottom of the sea and got covered with layers of sand and clay. Then ബോട്ടത്തിലേക്ക് വരുന്ന covered with layers of sand and clay or million of years absence of air, high temperature and high pressure transformed dead organism into petroleum natural gas. So ഇത് സ്ലോ പ്രോസസ് ആണ്. മില്യൺ ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് ആബ്സെൻസ് ഓഫ് എയർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഡെഡ് ഓർഗാനിസം പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇത് തീരുന്നത്. കാരണം സ്ലോ പ്രോസസ് ആണ്, അല്ലെങ്കിൽ മില്യൺ ഓഫ് ഇയേഴ്സ് എടുക്കുന്നതാണ്. സോ അഡ്വാൻറ്റേജ് ഹൈ എനർജി ഡെൻസിറ്റി ആണ്, കൺവീനിയൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവൽ ആണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് ലിമിറ്റഡ് റിസർവ്, പ്രൈസ് വോളട്ടിലിറ്റി, എൻവിറോൺമെൻറ്റൽ കൺസേൺ എന്ന് വെച്ചാൽ എയർ പൊല്യൂഷൻ ഉണ്ടാവാം, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, പ്രൈസ്, പിന്നെ ലിമിറ്റഡ് റിസർവ്. നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ പെട്രോളിയം വാങ്ങുക, റിഫൈനിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആ മിക്സ്ചറിൽ, പെട്രോൾ എന്ന് പറയുന്ന മിക്സ്ചറിലുള്ള ഓരോരോ പെട്രോള്, ഡീസല്, കെറോസിന്, അല്ലേ, പിന്നെ വാക്സ്. അപ്പോൾ ഇത് ഒരു ഡാർക്ക് ഓയിൽ ലിക്വിഡ് ആണ്, അൺപ്ലസൻറ്റ് ഓർഡർ ഉണ്ട്, വാരിയസ് കോൺസ്റ്റൻസ്, ഇറ്റ് ഈസ് മിക്സ്ചർ ഓഫ് വാരിയസ് കോൺസ്റ്റൻസ് സച്ച് ആസ് പെട്രോളിയം ഗ്യാസ്, പെട്രോൾ, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പാരഫിൻ, വാക്സ് എക്സെട്ര. The process of separating various constant fractions of petroleum is known as refining. നമ്മൾ പെട്രോളിയം റിഫൈനറിയിൽ ഇതിലുള്ള കോൺസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യാം. ഒന്ന് LPG യൂസസ്, ഹോം യൂസ് നമ്മൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസ് ഫ്യൂലായിട്ട് ഉപയോഗിക്കാം. രണ്ട് പെട്രോൾ, അതാണ് നമ്മൾ മോട്ടോർ ഫ്യൂൽ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് ഉള്ള സോൾവെൻറ്റ്. മൂന്നാമത്തെ കെറോസിൻ, നമ്മൾ സ്റ്റൗവിൽ ഉപയോഗിക്കും, ലാമ്പ് ആൻഡ് ഫോർ ജെറ്റ് എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം. ഡീസൽ നോക്കുകയാണെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രിക് ജനറേറ്ററിൽ യൂസ് ചെയ്യാം. പിന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ലൂബ്രിക്കേഷൻ. പാരാഫിൻ വാക്സ് എടുക്കുകയാണെങ്കിൽ ഓയിൻമെൻറ്റ്, ക്യാൻഡിൽ, വാസലൈനിലൊക്കെ നമ്മൾ പാരാഫിൻ വാക്സ്. ബിറ്റുമിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ റോഡ് സർഫസിങ്, പെയിൻറ്റ്. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വയ്ക്കുക പെട്രോളിയത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ്. ഇനി നാച്ചുറൽ ഗ്യാസിലേക്ക് വരാം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോസിൽ ഫ്യൂൽ ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്പോർട്ട് ത്രൂ പൈപ്പ്. അല്ലെ, നമ്മളിപ്പോൾ CNG, നാച്ചുറൽ ഗ്യാസ് ഈസ് സ്റ്റോർഡ് അണ്ടർ ഹൈ പ്രഷർ അതിന് പറയുന്നതാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. നമ്മൾ പവർ ജനറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് നൗ ബി യൂസ്ഡ് ആസ് ഫ്യൂൽ ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് പൊള്യൂട്ടിങ്. നമ്മളിപ്പോൾ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആളാണ് CNG, ക്ലീനർ ഫ്യൂലാണ്. The great advantage of CNG is that it can be used directly for burning in home and factory where it can be supplied through pipe. പൈപ്പിൽ കൂടെ എനിക്ക് സപ്ലൈ ചെയ്തിട്ട് എനിക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ ഉപയോഗിക്കാം. സച്ച് നെറ്റ്വർക്ക് ഓഫ് പൈപ്പിംഗ് എക്സിസ്റ്റ് ഇൻ വഡോദരയിലുണ്ട്, ഡൽഹിയിലുണ്ട്, അതർ പ്ലേസസ് ഉണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചർ ഓഫ് നമ്പർ ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിൽ നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ റിസർവ്സ് ഉണ്ട്. നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഫൗണ്ട് ഇൻ ത്രിപുര, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അതേപോലെ കൃഷ്ണ, ഗോദാവരി, ഇവിടെയൊക്കെ ഡെൽറ്റ, ഇവിടെയൊക്കെ നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. സോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലീനർ ബേണിംഗ് ഫ്യൂലാണ്, അബണ്ടൻറ്റ് റിസർവ് ആണ്, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചലഞ്ച്, ചിലപ്പോൾ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയും, പൈപ്പ് ലൈൻസ് കൂടെ കണക്ട് ചെയ്യുന്നത്. സേഫ്റ്റി, ലീക്ക് ആൻഡ് എക്സ്പ്ലോഷൻസ് വരാൻ പാടില്ല. പ്രൈസ് വോളട്ടിലിറ്റിയും വേണമെങ്കിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. യൂസസ് നമ്മുടെ ജനറേഷൻ, ഇലക്ട്രിസിറ്റി ജനറേഷന്, ഹീറ്റിങ്ങിന്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അതായത് ഫെർട്ടിലൈസർ കെമിക്കൽസ് ഉണ്ടാക്കാൻ, ട്രാൻസ്പോർട്ടേഷൻ, CNG. അപ്പോൾ ഇത്രയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കോള്, പെട്രോൾ, നാച്ചുറൽ ഗ്യാസിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോള് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കാർബൺ കണ്ടൻ്റ് ആണ് മെയിനായിട്ടുള്ളത്. അതേപോലെ പെട്രോളിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക്
പെട്രോളിയം റിഫൈനിങ്ങിൽ ഓരോരോ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഓരോരോ പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, നമ്മളുടെ ഡീസൽ അല്ലെങ്കിൽ പെട്രോളിയം അല്ലെങ്കിൽ എന്താ പറയുക, എവിടെയാണ് ഹെവി വെഹിക്കിൾസ് ഏതാണ് ഉപയോഗിക്കുക, അതേപോലെ റോഡ് ഏതാണ് ഉപയോഗിക്കുക, ബിറ്റുമിൻ എവിടെയാണ് ഉപയോഗിക്കുക, ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മളുടെ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ CNG നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മളുടെ C1 അല്ലെങ്കിൽ മീതെയിൻ ആണ് നമ്മൾ നാച്ചുറൽ ഗ്യാസിന് മെയിനായിട്ട് പറയുന്നത്. നമ്മളിപ്പോൾ ബയോഗ്യാസ് എടുക്കുകയാണെങ്കിൽ ബയോഗ്യാസിൽ നമ്മൾ എന്താ പറയുക, മീതെയിൻ ആണ് അല്ലേ. നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അതിൽ മെയിനായിട്ട് മീതെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൽ മീതെയിൻ കണ്ടന്റ് ആണ് കൂടുതൽ. അതാണ് നമ്മൾ കത്തിക്കുന്നത്. നമ്മൾ ബയോഗ്യാസ് ഫ്യൂലായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്തായാലും മീതെയിൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ മെയിനായിട്ട് നമ്മളുടെ സോഴ്സ്, അതായത് ഇൻഎക്സോസ്റ്റിബിൾ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.